ഈ സമയം ഒരിക്കലും കേരളത്തിൽ SIR-ന് യോജിച്ച സമയമല്ല. CPM-ൻ്റെ ഈ SIR-മായി ബന്ധപ്പെട്ട കാര്യത്തിലും ഞങ്ങൾ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ആത്മാർത്ഥമായ സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഇല്ല എന്നാണ് നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ ബോധ്യമാകുന്നത്. അല്ല, ഞങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആണല്ലോ ഈ ഒരു കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തത്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് SIR-മായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ഇന്ത്യയിൽ സംസാരിച്ചത്. അതിനുശേഷമാണ് ബീഹാർ ഹൈക്കോടതിയൊക്കെ അതിനകത്ത് ഇടപെടൽ നടത്തിയത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് അതിന് ശക്തമായ എതിർപ്പുണ്ട്, അതിനോടുള്ള വിയോജിപ്പുണ്ട്. ഇത് ഒരു അജണ്ട മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് BJP ഇത് ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ബീഹാറിൽ നമുക്ക് 65 ലക്ഷത്തോളം ആളുകൾ പുറത്തു പോകും എന്നാണ് കരുതിയിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും അതുപോലെ കോടതി ഇടപെടലുമൊക്കെ അത് താരതമ്യേന വളരെ കുറച്ച് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഞങ്ങൾ ശക്തമായ നിലപാട് SIR-ലുണ്ട്. ഞങ്ങൾ ഇതിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ കേരളത്തിന് ഗവൺമെൻറ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കതിൻ്റെ പരിമിതിയുണ്ട്. പക്ഷേ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരാളെപ്പോലും ഈ ഒരു കാര്യത്തിൽ നിന്ന് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് SIR പറഞ്ഞുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാതിരിക്കാനുള്ള നിരന്തരമായ പോരാട്ടം കോൺഗ്രസ് നടത്തും. ഇപ്പം ആളുകളിലേക്ക് പ്രത്യേകിച്ച് വോട്ടർമാർ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പ്രാദേശികമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തും. അല്ല, ഞങ്ങൾ SIR-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് ഇതിനകം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയും അതുപോലെ KPC ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ KPCC മീറ്റിങ്ങിൽ ഇത് ഗൗരവമായ ചർച്ചയാണ് ഞങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ SIR-നെ നേരിടുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ അതിനുവേണ്ടി എല്ലാ ബൂത്ത് തലങ്ങളിലും പാർട്ടി പ്രവർത്തകർ സജീവമായി ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡിസംബർ 9-ന് ശേഷമാണ് അടുത്ത ഘട്ടം വരുന്നത്. ഇപ്പോൾ BLO-മാർ വെരിഫിക്കേഷൻ ഫോം കൊടുക്കലാണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അത് അനുബന്ധമായ മറ്റ് കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കും. ഉചിച്ച സമയമല്ല. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ രണ്ട് കാര്യത്തിൽ, ഒന്ന് ഞങ്ങൾ SIR-നെതിരെ, രണ്ട് ഈ ഒരു സമയം അതിന് യോജിച്ചതല്ല. ഇപ്പോൾ അത് ഈ ഏറ്റവും കൂടുതൽ ജനങ്ങൾ മുഴുവൻ ഇന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് എത്രമാത്രം ഗൗരവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ അതിനകത്ത് നിയമസഭ ഞങ്ങൾ ഒരുമിച്ച് പ്രതിപക്ഷം കൂടി പിന്തുണച്ചുകൊണ്ട് ഇതിനെതിരായി പ്രമേയം പാസ്സാക്കി. പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് തമിഴ്നാട് ഗവൺമെൻറ് അതുപോലെ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ് ഒക്കെ തന്നെ സുപ്രീം കോടതിയിൽ ഇതിനെതിരായി മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് കേരള ഗവൺമെൻറ് നിയമപരമായി ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ CPM-ൻ്റെ ഒരു നിലപാട് ഇതൊക്കെ പേരിന് മാത്രം പ്രമേയം പാസ്സാക്കി പോകുന്നതിനപ്പുറത്ത് നിയമപരമായ ഒരു ഭാഗത്ത് നേരിടണം. അതോടൊപ്പം തന്നെ നമ്മുടെ പരിമിതികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിന് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നിന്നെങ്കിലും മാറ്റി നിർത്താനുള്ള ശക്തമായ ഇടപെടൽ നടത്തണം. ഇതൊന്നും CPM നടത്തുന്നില്ല. CPM-ൻ്റെ ഈ SIR-മായി ബന്ധപ്പെട്ട കാര്യത്തിലും ഞങ്ങൾ സംശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ആത്മാർത്ഥമായ സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഇല്ല എന്നാണ് നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണുമ്പോൾ ബോധ്യമാകുന്നത്. SIR വിഷയത്തിൽ സർക്കാരും ഇടതുപക്ഷവും ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്നുള്ളതാണ്. 100% ഇരട്ടത്താപ്പാണ്. ഒരു ഭാഗത്ത് അവരിത് പറയുന്നു, എന്നാൽ മറുഭാഗത്ത് തമിഴ്നാട് സർവകക്ഷി യോഗം വിളിച്ചു, എന്നിട്ട് അതിനെതിരായി സുപ്രീം കോടതിയിൽ പോകാൻ തീരുമാനിച്ചു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് SIR-നെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത്തരം നിലപാടെടുക്കുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെൻറ് ഇത് സുപ്രീം കോടതിയിൽ പോകുന്നില്ല? ജനങ്ങൾ ആശങ്കയിലാണ്. ഇത് ഒരു വോട്ടർ പട്ടിക പുതുക്കൽ മാത്രമായിട്ട് അവശേഷിക്കും എന്നൊരു തോന്നലൊന്നും ആർക്കുമില്ല. BJP ചില അജണ്ടകൾ വയ്ക്കുമ്പോൾ അത് ചിലതിൻ്റെ തുടക്കമാകാം. അതുകൊണ്ട് ആശങ്കയോട് കൂടിയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അതിനകത്ത് ആശങ്ക അകറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നതിൽ ഗവൺമെൻറ്റിന് പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷേ CPM ഗവൺമെൻറ് ആ റോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരട്ടത്താപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന് പറയുമ്പോഴും ഇരട്ട വോട്ട് തടയാനുള്ള സംവിധാനമൊന്നും ഇല്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് അത്തരത്തിലുള്ളൊരു വോട്ടർ പട്ടിക പരിഷ്കരണം അല്ല ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ചില അജണ്ടകളുണ്ട് എന്നുള്ളത് BJP-യുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാനത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് ചില ആളുകളെ ഒഴിവാക്കുക എന്നുള്ള ലളിതമായ കാര്യമല്ല. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടും പ്രക്ഷോഭവും ഉണ്ടായതുകൊണ്ട് അത് പാതി വഴിയിൽ വെച്ച് പോയതാണ്. യഥാർത്ഥത്തിൽ ഇത് വളഞ്ഞ വഴിയിലൂടെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമായിട്ടും നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടു കൂടിയാണ് SIR-നെ കോൺഗ്രസും UDF-ഉം നോക്കിക്കാണുന്നത്.